ബിഗ് ബോസ് സീസൺ 7 ചീത്ത വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രാക്കും ശാപങ്ങളും എല്ലാം കണ്ടിട്ട് ബിഗ് ബോസിന് ഇന്നത്തെ ദിവസം എണീക്കാൻ തോന്നിയിട്ടില്ല. ബിഗ് ബോസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ അകപ്പെട്ടു പോയ നമ്മുടെ അനുമോളും അനീഷും അവിടെ ആകെ പെട്ട് കിടക്കുകയാണ്. പക്ഷെ അനീഷ് ഇതുവരെ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല. കാരണം അനീഷ് അവിടെ സുഖമായിട്ട് നിവർന്ന് കിടന്നുറങ്ങുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം തികയുന്നില്ല എന്ന വിഷമത്തിൽ അനുമോളും കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ശൈത്യ രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പൊ അപ്പാനിയും കൂടെ ഇറങ്ങി വന്നപ്പോൾ അപ്പാനിക്ക് ഇന്നലെ പറ്റിയൊരു അപ്പാനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. പണി കിട്ടുവോ എന്ന്. എന്താണെന്നറിയോ, ഇന്നലെ രാത്രി അനുമോൾക്ക് വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോകാൻ അത് തുറന്നു കൊടുത്തിട്ട് തിരിച്ച് അനീഷ് പോയ സമയത്തിന് അനുമോൾ തിരിച്ചു വന്നപ്പോൾ അനുമോളുടെ പ്ലാച്ചിപ്പാവേനെ എടുത്ത് വലിച്ചൊരു ഇറങ്ങിറിഞ്ഞ്. അത് നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ഇത്തിരി ചെറ്റത്തരമായി പോയി എന്ന്. അപ്പൊ ഇത് നമ്മളൊക്കെ ഇങ്ങനെ പുറത്ത് പറയും എന്നുള്ളൊരു ഗസ് മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പാനിക്ക്. അതുകൊണ്ട് തന്നെ അപ്പാനി എന്ത് ചെയ്യുന്നറിയാണോ, രാവിലെ ആദ്യം കണ്ട ശൈത്യ എടുത്ത് ഈ ഒരു കാര്യം നറേറ്റ് ചെയ്യാണ്. ഞാൻ വളരെയധികം തമാശയ്ക്ക് ചെയ്തതാണ്, എന്നെ ഒരുപാട് പ്രാവിക്കൊണ്ട് നിന്നു അനുമോള്. അപ്പൊ ആ പ്രാവിക്കൊണ്ട് നിന്നതിന്റെ ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ആ പ്ലാച്ചിനെ എടുത്ത് ഒരു ഇറങ്ങി കൊടുത്ത്. അയ്യോ, ഞാൻ പ്ലാച്ചിനെ എറിഞ്ഞു കേട്ടോ. അപ്പൊ അവളാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല, ഞാൻ ആ ചെയ്തത് തെറ്റാണ്, പക്ഷെ അത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണെന്ന് ശൈത്യനെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഒന്ന് ശൈത്യ കഴിഞ്ഞേ. അതിനുശേഷം അപ്പാനിയാണെങ്കിൽ വീണ്ടും അനുമോളടുത്ത് കൊഞ്ചിയും കുഴഞ്ഞും തമാശയൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും അനുമോളൊന്ന് പാട്ടിലാക്കാനൊക്കെ ശ്രമിച്ചിട്ട് വീണ്ടും കയറിപ്പോയി. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അനീഷ് അവിടെ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങുമല്ലേ. അപ്പൊ ഈ അപ്പാനിയും അതുപോലെ ശൈത്യം സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അനുമോളാണെങ്കിൽ ആ ഉറങ്ങുന്ന അനീഷിനെ കണ്ട് അസൂയ മൂത്തിട്ട് കൂടെ ബാക്കിലിട്ട് ഇങ്ങനെ മാന്തുന്നുണ്ട്. അനീഷാണെങ്കിൽ ഒന്ന് ആ ഒരു പുതപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് മാറ്റി ഒരു നോട്ടം നോക്കിയിട്ട് വീണ്ടും പുതച്ച് മൂടിക്കിടന്നുറങ്ങാണ്. അനീഷിന് ഇതൊന്നും ബാധകമല്ല. ഏറ്റവും സ്മാർട്ടായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് അനീഷാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അനുമോൾക്കുണ്ടല്ലോ അങ്ങ് ദേഷ്യം വന്നിട്ട് അനുമോളുടെ പുതപ്പും പില്ലോയും എല്ലാം കൂടെ വെച്ച് അനീഷിനെ മൊത്തത്തിൽ പുതപ്പിച്ചങ്ങോട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് സെൽഫായിട്ട് തന്നെ പറയാ, അരിച്ചാക്ക് കിടക്കുന്ന കണക്കുണ്ട് അനീഷേനെ. എന്നിട്ടും അനങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പാനിയാണെങ്കിൽ അപ്പം നെവിൻ അവിടെ വരുന്നുണ്ട്. അപ്പം നെവിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ഈ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞ കാര്യം വളരെ കോമഡി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മുടെ അനുമോൾക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ അനുമോളെ പുറത്ത് തുറന്നു വിടുന്നുണ്ട്, വാഷ്റൂമിൽ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പാനി നേരെ വാഷ്റൂമിലൊക്കെ തുറന്നു വിട്ടിട്ട് അപ്പാനി നേരെ ജിസേൽ അവിടെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിസേലിന്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും ഇപ്പൊ രണ്ടുപേരടുത്ത് പറഞ്ഞു, മൂന്നാമത് ജിസേലിന്റെ അടുത്തും അങ്ങോട്ട് ചെന്ന് കയറി ഇടിച്ചു കയറി അനുമോളുടെ പ്ലാച്ചിയെ ഞാൻ ഇന്നലെ എടുത്ത് എറിഞ്ഞു. അപ്പൊ അനുമോളാണെങ്കിൽ അമ്മ അമ്മ എന്ന് പറഞ്ഞിരുന്നത് കരഞ്ഞു. എന്ന് വെച്ചാൽ അപ്പാനിക്കാണെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി അതൊരു തമാശയാണ് എന്ന് എല്ലാവരും പറയണം, അത് ബോധ്യപ്പെടുത്തണം, അത് തെളിവുണ്ടാക്കുകയാണ്. അതാണ് എല്ലാവരടുത്തും പോയിട്ട് ഞാൻ പ്ലാച്ചി എടുത്ത് എറിഞ്ഞായിരുന്നു കേട്ടോ, തമാശയ്ക്ക് ഉറക്കപ്പിച്ചിലെടുത്ത് എറിഞ്ഞായിരുന്നു. അപ്പൊ അനുമോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അനുമോൾ നിലവിളിച്ചു. ഇതൊക്കെ അപ്പാനി ഇങ്ങനെ പറഞ്ഞ് എല്ലാവരടുത്തും ഫലിപ്പിക്കുകയാണ്. ശരിക്കും ഒരു പരിധി വരെ നമ്മുടെ അനുമോളിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചൊറിച്ചിലൊക്കെ കാണിക്കും എല്ലാവരും അനുമോളടുത്ത്. പക്ഷേ ആ ഒരു പരിധി വരെ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞ അനുമോളെ ഈ ഉപദ്രവിക്കുന്നതൊക്കെ പേഴ്സണൽ ഗ്രിഡ്ജസ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അത് അവർ മാറ്റിയെടുത്തത് അവർക്ക് നല്ലത്. പിന്നെ രാവിലെ ഈ പുറത്തൊക്കെ പോയിട്ട് അനുമോൾ ആ ജയിലിലോട്ട് വീണ്ടും കയറാൻ നേരത്ത് നല്ല വെയില്. അപ്പൊ അനുമോൾക്ക് കയറാൻ വയ്യ കേട്ടോ. അതിന് ചെരുപ്പൊക്കെ ഊരിയിട്ട് പ്ലാച്ചീനെയും കൂടെ സൈഡിലാക്കിയിട്ട് സൂര്യഭഗവാനേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അപ്പാനെയും വന്ന് ആ ലുങ്കിയൊക്കെ അങ്ങോട്ട് നൂത്തിട്ടിട്ട് സൂര്യഭഗവാനേ എന്നും പറഞ്ഞ് അനുമോളുടെ കൂടെ കൂടി. അപ്പൊ നെവിനും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനുമോളുടെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ ദ്രോഹിക്കുന്നവന്മാർക്കൊക്കെ നല്ലത് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് നിന്റെയൊക്കെ കൈ ഞാൻ വെട്ടോടാ, നിന്റെ കൈയൊക്കെ ഞാൻ ഒടിക്കടാ എന്ന് പറഞ്ഞിട്ട് പ്രാവിക്കൊണ്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അനുമോളെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അനുമോൾ ഈ ശപിക്കുന്നത് ഒട്ടും തന്നെ നല്ലതിനല്ല. അനുമോൾ ശരിക്കും ഒരു റിയൽ ലൈഫിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണോ അനുമോളുടെ ഒരു റിയൽ സ്വഭാവം എന്നേ എല്ലാവരും ചോദിക്കുകയുള്ളൂ. ഈ പ്രാക്ക് അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചിട്ട് ഞാനൊരു ദൈവവിശ്വാസിയാണ് നിനക്കൊക്കെ കിട്ടും, ഇതൊന്നും ഗെയിമിനകത്ത് എടുക്കാൻ പാടില്ല. അത് അനുമോളുടെ ഏറ്റവും വലിയ ഒരു തെറ്റാണ്. അത് ഇവിടെ എടുക്കരുത്. ഇത് ബിഗ് ബോസ് ഗെയിമിലേക്കാണ് താൻ വരുന്നത്. ഇവിടെ മോശം കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ല. ബിഗ് ബോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കൂടിയാണ് വരുന്നത്. അപ്പൊ കാണുന്നവരെല്ലാം കയറി നീ നശിച്ചു പോകും, നീ അങ്ങനെയാകും, നിനക്കൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിയ ഫുഡ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാകുന്നത് ഒരു തെറ്റാണ്.
അപ്പോൾ ഇനി എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള അനുമോളുടെയും അനീഷിന്റെയും വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പൈസ തരാം. ബൈ.